എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ടല്ലേ. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചതും ഒരു കാരണം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് തിങ് വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ എനിക്കിങ്ങനെ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒന്ന് ഇരുത്തി നമ്മൾ പിന്നെ ചിലപ്പോൾ ഒരു 5 വർഷം എടുക്കുമായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ പിന്നിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഓക്കെ, ഇതുകൊണ്ടാണല്ലേ അന്ന് അങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അഫർമേഷൻ ആണോ അല്ലെങ്കിൽ ഇതൊരു സത്യവാചകമാണോ, ഇതൊന്നും അങ്ങനെ ഞാൻ ഇതാകുന്നില്ല. പക്ഷെ എന്നാലും എന്ത് സംഭവിക്കുമ്പോഴും ഞാനിതിങ്ങനെ പറയണം, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നമ്മളൊന്ന് റിയാക്ട് ചെയ്ത് പോകും. ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊന്ന് റിയാക്ട് ചെയ്യും. പക്ഷേ പിന്നെ ഒന്ന് വന്നിരുന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, എന്തോ ഒരു കാരണമുണ്ട്, അത് എനിക്കറിയാത്തൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ തന്നെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവോടുകൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പെയിൻഫുൾ തിങ് ആയിട്ട് വരുമ്പോൾ, ഒരു പെയിൻഫുൾ കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഇത് വരും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളത്. പക്ഷേ യൂണിവേഴ്സ് നമ്മളെ പണിഷ് ചെയ്യല്ല ചെയ്യണത്, പകരം നമ്മളെ റീഡയറക്റ്റ് ചെയ്യണോ. ഓക്കെ, ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്, അപ്പോൾ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് നമുക്കൊരു റീഡയറക്ഷൻ തരണതാണ്. ഓക്കെ, അപ്പോൾ പെയിൻഫുൾ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കൂ. ഓക്കെ, ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, എന്ത് ഡയറക്ഷനിലേക്ക് പോകാനാണ് എന്നെ ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, അതുപോലെ പറയുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതിയത് തരുമ്പോൾ യൂണിവേഴ്സ് പഴയ കാര്യം എന്തെങ്കിലും തിരിച്ചെടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു ചെടി നടുകയാണെങ്കിൽ ആ ചെടി നടുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ അവിടെയുള്ള കളകൾ അല്ലേ, ആ അൺവാണ്ടഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും, എന്നിട്ടാണ് പുതിയൊരു ചെടി നടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സാധനം ഈ ഒരു ചെടിയെ മര്യാദയ്ക്ക് വളരാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ആളുകളായിക്കോട്ടെ, ഒരു ജോബ് ആയിക്കോട്ടെ. ഓക്കെ, ചിലപ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ ആ ആൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ആൾ ടോക്സിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടോക്സിസിറ്റി നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ യൂണിവേഴ്സ് അത് ആദ്യം അറിയണോണ്ട് തന്നെ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. ആ വ്യക്തി വരുന്നത് തന്നെ നമ്മളെ എന്തോ പഠിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ക്ലോസ് വണ്ണായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, പോണതും നമ്മൾ തിരിച്ച് തനിച്ച് തന്നെയാണ് അല്ലേ. ആ ഒരു നമ്മൾ ജീവിതം എന്ന സംഭവത്തിൽ മാത്രമാണ് നമ്മുടെ കൂടെ ഈ ക്ലോസ് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്ന വ്യക്തി ഈ ഭൂമിയിലേക്ക് വരുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നടക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട വ്യക്തി ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ആ ഒരു ഗ്രോത്ത് ചിലപ്പോൾ നമുക്ക് സംഭവിക്കണമെങ്കിൽ ഈ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയേ മതിയാവുള്ളൂ. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് അത് മാറ്റണത്. അപ്പോൾ ഓരോ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനും ഒരു കാരണമുണ്ട്, പോകുന്നതിനും ഒരു കാരണമുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു, അതായത് 5 ലക്ഷം രൂപ ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് 50,000 രൂപയ്ക്കാണെങ്കിൽ 50,000 രൂപയുടെ ജോലി നിങ്ങൾക്ക് നഷ്ടമാവും. കാരണം നിങ്ങൾക്ക് വളരണമെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി നഷ്ടമാവണം. എന്നാലാണ് നമുക്ക് വേറൊരു വഴിയില്ലാണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ ജോലി നഷ്ടപ്പെടും, അപ്പുറത്ത് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോച്ചിൽ ഏറ്റവും പ്രശസ്തയായി നിൽക്കുന്ന വ്യക്തിയാണ് സുജാർ മോഹൻ എന്ന് പറയുന്ന മാം. ആ മാം പറഞ്ഞ കഥയുണ്ട്. ആ മാമിന് 7,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ആ കോവിഡ് സമയത്ത് ആ ജോലി പോയോണ്ടാണ് ഇന്ന് ആ മാം ഈ പറയുന്ന ഇത്രയും വലിയ സക്സസ്സിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അപ്പോൾ അന്ന് ആ ജോലി പോയില്ലായിരുന്നെങ്കിൽ ആ മാം അതിൽ തന്നെ തുടർന്നാൽ ഈ പറയുന്ന ഒരുപാട് പേരുടെ ലൈഫിലേക്ക് വളരെ നല്ല മാറ്റം വരുത്താനൊന്നും സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ മാം ചെയ്യുന്ന അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാഷനായിട്ടുള്ള എല്ലാം അവർ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ ജോലി നഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴും അതിന് ഓരോ കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രിപ്പറേഷൻ ഫേസിലേക്ക് ആയിരിക്കും യൂണിവേഴ്സ് നമ്മളെ കൊണ്ടെത്തിക്കുക. നമുക്കറിയാം കാറ്റർപില്ലർ അല്ലേ. കാറ്റർപില്ലർ അവിടെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അത് പൂമ്പാറ്റയായിട്ട് വരണത്. ഒരുപാട് പ്രിപ്പറേഷൻ സ്റ്റേജിലൂടെ ആ ഒരു കാറ്റർപില്ലർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ്
നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട കാര്യം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആരാണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയായിട്ട് മാറണമെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഒരുപാട് കാലം കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെറുതെ ഇരുത്തുന്നല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, അതായത് നീ ഇങ്ങനെ ഈ ഒരു സ്ട്രഗിൾസിലൂടെ ഒക്കെ പോകണം, നീ ഇന്നതൊക്കെ ഫേസ് ചെയ്താലാണ് നിനക്ക് അത്രയും ആ ഒരു ലെവലിലേക്ക് നീ എത്തുള്ളൂ എന്ന് യൂണിവേഴ്സ് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ ഫേസിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, അത് ആ ഒരു പ്രിപ്പറേഷൻ ഫേസ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ടുള്ള വർത്താണ്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു കാര്യം തന്നിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് കുറേ ഡിലേസ് വരണത്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടും, അത് ഡിലേ ആയിപ്പോവും. അപ്പോൾ നമുക്ക് തോന്നും ഇത് എന്തിങ്ങനെ ഡിലേ എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ രാവിലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു ബസ്, നിങ്ങൾക്ക് മിസ്സായൊരു ബസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ മിസ്സായൊരു കാര്യം, എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ അപ്പുറത്തൊരു ആക്സിഡൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ ഇരുന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ വന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാഞ്ഞു പോയിട്ടുണ്ടാവും. ഈ അടുത്ത് കുറച്ച് മുമ്പ് നടന്ന ഒരു വിമാനം തകർന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നടങ്കം സങ്കടപ്പെട്ട കാര്യമുണ്ടല്ലേ. പക്ഷേ അതിലൊരു ലേഡി, ആ പ്ലെയിനിൽ കയറി പോകേണ്ട ഒരു ലേഡി ട്രാഫിക് ബ്ലോക്ക് കാരണം, പൂനെയിലെ ട്രാഫിക് ബ്ലോക്ക് കാരണം അവിടെ എന്താ പറയുക ഡിലേ ആയിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പോകാൻ പറ്റാത്തതിന് ഭയങ്കര ഇവർ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ആ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര സങ്കടപ്പെട്ടു അല്ലേ, അയ്യോ ഇതെന്താ എനിക്കിങ്ങനെ പറ്റി, ഞാൻ ഈ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടില്ലെന്ന് 1000 ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അവർ കേട്ട ന്യൂസിൽ നിന്ന് അവർക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവുക, ആ ഡിലേ അവരുടെ ലൈഫ് തന്നെയാണ് രക്ഷിച്ചത് അല്ലേ. ആ ഒരു സമയത്ത് കയറിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ആ ഭൂമിയിൽ അവരുണ്ടാവില്ല. അപ്പോൾ ഓരോ ഡിലേസിനും ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നീ വെയിറ്റ് ചെയ്യൂ, ഞാൻ തരാം എന്നുള്ളതാണ്. അപ്പോൾ ട്രസ്റ്റ് ദ ടൈമിങ് ഓഫ് യൂണിവേഴ്സ് എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ തന്നെയാണ്, എല്ലാത്തിനും കൃത്യമായ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നിങ്ങൾ മുമ്പിലേക്ക് ആവശ്യമുള്ള ഓപ്പർച്യൂണിറ്റീസ്, ആവശ്യമുള്ള ആളുകൾ, ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം എത്തിയിരിക്കും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ ആ ഒരു ആഗ്രഹം വയ്ക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരേണ്ട വാചകമാണ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളോട് തന്നെ പറയാം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. നിങ്ങൾ റിയാക്ട് ചെയ്യുമായിരിക്കും, ആ സിറ്റുവേഷനിൽ നമുക്ക് സങ്കടമായിരിക്കും, വിഷമം വന്നായിരിക്കും, നിങ്ങൾ കരയുമായിരിക്കും. പക്ഷെ പോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. കുറച്ച് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കടന്നുപോയി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഇരിക്കുക, എന്നിട്ട് ചിന്തിക്കുക, ഓക്കെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇതിന് കാരണമുണ്ട്, തക്കതായ കാരണമുണ്ട്. ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുക. എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ദിസ് ഈസ് റോഷി മേനോൻ സൈനിങ് ഓഫ്.